ഇനി കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട്. നിഖിൽ, ഈ വില്യങ്ങാടിയിലെ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് കോഴിക്കോട് നിന്ന് പ്രതീക്ഷിക്കുന്നത്. വില്യങ്ങാടിയിൽ ആദ്യ അപകടത്തിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു, തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസവും അവിടെ കോഴിക്കോട് ഒരു കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീഴുകയുണ്ടായല്ലോ. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ CPIM ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന കോർപ്പറേഷന് വേണ്ടി സംസാരിക്കാൻ, അതായത് കോർപ്പറേഷന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം എന്ന പോലെ ഒരു ബഹുജന സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ അപകടമുണ്ടായി 4 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും കോർപ്പറേഷൻ പൊളിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന 16 കെട്ടിടങ്ങളുണ്ടായിരുന്നു. ആ 16 കെട്ടിടങ്ങൾ അങ്ങനെ നിലനിൽക്കുകയാണ്. അതിലൊരു നടപടിയും കോർപ്പറേഷൻ സ്വീകരിച്ചിരുന്നില്ല. ഇന്നലെ ഒരു കെട്ടിടം കൂടി, കഴിഞ്ഞ ദിവസം ഒരു കെട്ടിടം കൂടി തകർന്നു വീഴുന്ന സാഹചര്യവും ഉണ്ടായി. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ആരോപണ മുനകളെല്ലാം നീങ്ങുന്നത് കോഴിക്കോട് കോർപ്പറേഷനെതിരെയാണ്. കോർപ്പറേഷന്റെ കഴിഞ്ഞ ഭരണസമിതി എന്തുകൊണ്ട് ഈ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചില്ല? മനഃപൂർവ്വം ഈ കെട്ടിട ഉടമകൾക്കും അവിടുത്തെ ജീവനക്കാർക്കും ഒക്കെ വേണ്ടി, അവിടുത്തെ കടയുടമകൾക്കും ഒക്കെ വേണ്ടി ഈ പൊളിക്കൽ നടപടി വൈകിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണം. ഈ പശ്ചാത്തലത്തിൽ കോർപ്പറേഷനെതിരെ ഉയരുന്ന ആരോപണ മുനകൾ നീങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് CPIM സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 7:30 കോഴിക്കോട് ബീച്ചിലാണ് ഈ സംഗമം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കെട്ടിട തകർച്ചയുമായി ബന്ധപ്പെട്ട്, വലിയങ്ങാടിയിലെ കെട്ടിട തകർച്ചയുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന അബ്ദുൾ ജബ്ബാർ, അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമാണ്. അതായത് കാലിന് കാര്യമായി തന്നെ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ചികിത്സയിൽ തുടരുന്നത്. ഒരു പക്ഷേ ഒരു ശസ്ത്രക്രിയ അടക്കം വേണ്ടി വന്നേക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ നമ്മൾ നേരിൽ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു. അബ്ദുൾ ജബ്ബാർ എന്ന കോയയുടെ ആരോഗ്യനില വളരെ, ജലീൽ എന്ന കോയയുടെ ആരോഗ്യനില വളരെ മോശമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ പ്രയാസം അദ്ദേഹം നേരിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും അദ്ദേഹത്തിന്റെ നേരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു സാമ്പത്തിക സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. മേയറടക്കം വന്ന് കണ്ടെങ്കിലും അതിനുശേഷം യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ കുടുംബം വിശദീകരിക്കുന്നത്. ഏതായാലും ഈ കെട്ടിട തകർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ ഇന്ന് നമ്മൾ മലബാറിൽ നിന്ന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ പ്രതിഷേധങ്ങളടക്കം ഓരോ ഭാഗത്തു നിന്ന്, വിവിധ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുമുണ്ട്. ഗൂഗിൾ. ശരി, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.